മറ്റേതൊരു പുണ്യപ്രവൃത്തിയേക്കാളും മഹത്തരമാണ് അന്നദാനമെന്നത്. അന്നദാനത്തിൻ്റെ മഹത്വം നമുക്ക് മറ്റൊന്നുമായും തന്നെ താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്രവും ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഭഗവാന്റെ അഗസ്ത്യക്കോട് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഇഷ്ടപരിപാടായിട്ടുള്ള അന്നദാനം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ആരംഭിക്കും. ഇന്നലെ ഫെബ്രുവരി 19 നൂറ്റാണ്ടുകളായി ഈ നാട്ടിലെ ഭക്തജനങ്ങൾ കാത്തിരുന്ന പ്രതിഷ്ഠാ സമർപ്പണവും തൃക്കൊടിയേറ്റ് മഹോത്സവവും. ആ തൃക്കൊടിയേറ്റ് മഹോത്സവം ഇന്നലെയാണ് ക്ഷേത്രത്തിൽ നടന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അന്നദാനവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ആരംഭിച്ചിട്ടുള്ളതാണ്. ഇന്നലെ തന്നെ അന്നദാനത്തിന് ആയിരക്കണക്കിന് ജനങ്ങളാണ്. നമ്മൾ ക്ഷേത്ര ഭരണസമിതിയോ കമ്മിറ്റിയോ ഒക്കെ തന്നെ പ്രതീക്ഷിക്കാത്തത്ര ജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഭഗവാന്റെ മുന്നിലേക്ക് അന്നദാനത്തിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ പ്രസാദമായി അത് കഴിക്കുവാനും വേണ്ടി എത്തുന്നത്. ഇന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, രാവിലെ 11 മണിയോടുകൂടി തന്നെ വാർദ്ധക്യം ബാധിച്ചവർ, നല്ല പ്രായമായവരുൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും തന്നെ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് ഈ അന്നദാനം എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിലേക്ക് പങ്കെടുക്കുവാനും അത് ഭഗവത് പ്രസാദമായി കഴിക്കുവാനും വേണ്ടി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നീണ്ട ക്യൂ ആണ്. 3-4 കൗണ്ടറുകളിലായിട്ട് ക്ഷേത്ര കമ്മിറ്റി അന്നദാനം നൽകുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക്, ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്ത രീതിയിൽ അവർക്ക് ഭഗവാന്റെ പ്രസാദം അന്നദാനത്തിൻ്റെ ഭാഗമായി കഴിച്ചുകൊണ്ട് തിരികെ പോകുവാനുള്ള എല്ലാ സൗകര്യവും കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും 12 മണി മുതൽ സാധാരണ കാണാൻ കഴിയുന്നത് 3 മണി വരെയൊക്കെയാണ് ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന, അന്നദാനത്തിൽ എത്തി ആ പ്രസാദം കഴിക്കുവാൻ എത്തിച്ചേരുന്ന വലിയ തിരക്ക് അനുഭവപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രവും മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിൽ പോയി കാണുന്ന ഈ തിരക്കും എല്ലാം തന്നെ. എല്ലാ ഭക്തജനങ്ങളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അന്നദാനത്തിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ അത് കഴിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനും, അതുപോലെ തന്നെ മഹാശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മഹാഘോഷയാത്ര തുടങ്ങിയ വിവിധ പരിപാടികൾ, അതുപോലെ തന്നെ ഘോഷയാത്ര, ഉത്സവബലി, ക്ഷേത്രത്തിലെ വിശേഷ പൂജകൾ, തുടർന്നുള്ള സ്റ്റേജ് കലാപരിപാടികൾ, ഘോഷയാത്ര, ആറാട്ട് തുടങ്ങിയ എല്ലാ പരിപാടികൾക്കും, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശക സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ നിന്ന് അടുത്ത് തന്നെ. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാത്തുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ഭക്ഷണമുണ്ട്, നല്ല ഭക്ഷണം. ഇന്നത്തെ അന്നദാനം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. എവിടെ നിന്നാണ് എത്തുന്നത്? ഞങ്ങളിവിടെ മാവളയെന്ന്. എല്ലാ ദിവസവും വരുന്നു അതോ ഇന്ന് ആദ്യമായിട്ടോ? ആദ്യമായിട്ടാണ്. കൊടിമധുര പ്രതിഷ്ഠ കാണാമെന്നായിരുന്നു ഇന്നലെ? ഇല്ല, ഇന്നലെ വരാൻ പറ്റിയില്ല. ക്ഷേത്രത്തിൽ തൊഴുതായിരുന്നു ഇന്ന്? ആഹാരം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ആഹാരം. എൻ്റെ പേര് നാരായണ പിള്ളയെന്നാണ്. ഞാൻ ഈ സ്ഥലക്കാരനാണ്. ഞാൻ 58 വർഷം കൊണ്ട് ഈ അന്നദാനം നടത്തുന്നുണ്ട്. ഇതിന് കാറ്ററിംഗ് നടത്തുന്നുണ്ട്. ഇതിപ്പം 26ാമത്തെ വർഷം. 15-18 വർഷം വരെ ഒരു പൈസ പോലും മേടിക്കാതാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഇവിടെ ചെയ്തത്. ഈ വർഷം അതുപോലെ തന്നെ ഒരു പൈസയും മേടിക്കാതാണ് ഈ അന്നദാനം നടത്തുന്നത്. ഇന്ന് സാധാരണ രീതിയിലുള്ള അവിയൽ, തോരൻ, പിന്നെ അച്ചാറ്, പിന്നെ സാമ്പാർ, രസം, ചോറ്, പിന്നെ മധുരം എന്ന് പറയുന്നത് ബ്രഹ്മസലിയാണ് ഇന്നത്തെ വിഭവം. ഇന്ന് എത്ര ചാക്ക് അരിയാണ്? ഇന്ന് 6 ചാക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വെച്ചു കൊടുക്കും. ഇന്ന് നല്ല ജനത്തിരക്കുണ്ട്. ഇന്ന് വലിയ ജനത്തിരക്കുണ്ട്. വലിയ ജനത്തിരക്കുണ്ട്. ഇന്നലെ തന്നെ 5 ചാക്ക് വെച്ചിട്ടൊക്കെ തികഞ്ഞില്ല. അവസാനം വന്നപ്പോൾ കൊടുക്കാനില്ലായിരുന്നു. പിന്നെ പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേരെ കണ്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇന്ന് 6 ചാക്കായി. നാളെ അതിൽ കൂടുതലാവും. അങ്ങനെ ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം സഹായിച്ച് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ 88 വയസ്സായി. ഈ 88 വയസ്സിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള മഹാദേവന്റെ ശക്തി കൊണ്ടുണ്ടായതാണ്.